ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന 100 ദിന നേട്ടങ്ങൾ 2016 അധികാരത്തിൽ വന്ന ശേഷമുള്ള ആ 100 ദിവസത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി അല്ലെ, സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലൈഫ് മിഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2016 അധികാരത്തിൽ വന്ന ശേഷമാണ്, 100 ദിവസത്തിന് ഉള്ളിലാണ് ഇത് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് മുഖേന 5 ലക്ഷത്തോളം ആളുകൾക്ക് അല്ലെ വീട് ലഭിച്ചു. ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വീട് ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ആർദ്രം മിഷൻ, സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്താനും ലക്ഷ്യമിട്ട് ആർദ്രം മിഷന് തുടക്കം ഇട്ടു. ഇതൊക്കെ വലിയ സക്സസ് ആയിരുന്നു അല്ലെ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹൈടെക് ക്ലാസ് മുറികളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി സർക്കാർ സ്കൂളുകളെ വീണ്ടെടുക്കുന്നതിനായിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു. അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന് ശേഷമാണല്ലോ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഈ ഉമ്മൻചാണ്ടി ഭരണത്തിൽ, UDF ഭരണത്തിൽ സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. മാത്രമല്ല സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അറിയാമല്ലോ, നമ്മുടെ പരീക്ഷ എടുത്താൽ പോലും പുസ്തകം പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലരും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്താണ് ആ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പല സ്കൂളുകളും ഒക്കെ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലായിരുന്നു, പലതൊക്കെ അടച്ചുപൂട്ടിയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ കൊണ്ടുവന്ന് അത് വലിയ സക്സസ് ആക്കിയത്. അതൊരു വലിയ കാര്യമായി തന്നെ എടുത്തു പറയുകയാണ്. വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ ആ സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട്. പിന്നീട് ഹരിത കേരള മിഷൻ, അതും ഒരു ഗംഭീര ഹിറ്റായിട്ട് മാറിയ ഒന്നായിരുന്നു. മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, ജൈവ കൃഷി പ്രോത്സാഹനം എന്നിവ മുൻനിർത്തി പുതിയ ആ ഒരു മിഷൻ ആരംഭിക്കുന്ന സാഹചര്യം നമ്മൾ ആ സമയത്ത് കണ്ടു അല്ലെ. അത് വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും ഗുണം ചെയ്തു. നമ്മുടെ നാടിന്റെ മുഖം തന്നെ മാറ്റി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ എടുത്തു പറയുന്നത് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു. അത് കൃത്യമായി വീടുകളിൽ എത്തിക്കാനും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ UDF സർക്കാരിന്റെ സമയത്ത്, അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 18 മാസം പെൻഷനുകളൊക്കെ കുടിശ്ശിക വരുത്തിയാണ് ആ സർക്കാർ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അല്ലേ. അതായത് അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് പ്രാവർത്തികമാക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 18 മാസം കുടിശ്ശിക വരുത്തിയിട്ട് ഒരു സർക്കാർ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് സർക്കാർ കുടിശ്ശിക വരുത്തിയതല്ലേ, ഞങ്ങൾ തരേണ്ടതുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതൊരു ന്യായമായിട്ടുള്ള ചോദ്യവുമാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം പോലും പിണറായി വിജയന്റെ സർക്കാർ ചോദിക്കാൻ നിന്നില്ല. 18 മാസം UDF സർക്കാർ ഈ പറയുന്നത് പോലെ പെൻഡിങ് ആക്കിയ, കൊടുക്കാതിരുന്ന പെൻഷനുകൾ ഒറ്റയടിക്ക് കൊടുത്തു തീർക്കുകയും 62 ലക്ഷം ആളുകൾക്ക് പിന്നീട് ഈ പെൻഷൻ നൽകുന്നത് വർദ്ധിപ്പിക്കുകയും പെൻഷൻ തുകയൊക്കെ വലിയ കുത്തനെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ.